نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ചക്കരമക്കൾക്കും, അങ്ങനെ വിളിച്ചാൽ എന്താടാ ചക്കരമക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ, സെറ്റല്ലേ, പവറല്ലേ? അങ്ങനെയൊക്കെ ഞാൻ പറയും. അടിപൊളിയല്ലേ, സെറ്റല്ലേ, പവറല്ലേ, വെറുതെ പറയുന്ന റെഡിയല്ലേ? നിങ്ങളെല്ലാവരും റെഡിയല്ലേ? ചായയൊക്കെ കുടിച്ചിട്ടല്ലേ ഇരിക്കുന്നത്? ചായ കുടിച്ചിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരുന്നോളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ സാധനം ഇങ്ങനെ നോക്കി നിന്നിട്ട് പരീക്ഷയാണ്, വീഡിയോ കാണണം, ഓൺലൈൻ ക്ലാസ് കാണണം, ബുക്ക് തുറന്നു നോക്കണം, ബുക്ക് പഠിക്കണം, ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് പഠിച്ച് നമ്മളെല്ലാം കൂടെ തലതിരിഞ്ഞു പോകാണ്ടിരിക്കണം. എന്താ ഭക്ഷണമൊക്കെ കഴിക്കണം, വെള്ളമൊക്കെ കുടിക്കണം, നല്ലോണം കുടിക്കലുണ്ടാ? ഓക്കെ, റെഡി. അങ്ങനെയാണ് നേരെ നമ്മൾ പോകാൻ പോവാണ്. എങ്ങോട്ടാ പോകാൻ പോകുന്നത്? ദുബായിക്കാ? അല്ലടോ, ചോദ്യങ്ങളൊക്കെ നോക്കണ്ടേ? ഇന്ന് ചോദ്യ പേപ്പർ കാണിച്ചു തരാൻ പോവാ. മറ്റന്നാൾ നടക്കുന്ന പരീക്ഷന്റെ അതല്ല, കുറച്ച് മോഡൽ ചോദ്യങ്ങൾ അല്ലേ? ആ ചോദ്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം പറയണല്ലോ. കാര്യം പറയാണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുക. കാര്യം പറയാനുണ്ട്. കാര്യം കേട്ടോളി. എന്താ കാര്യം? സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ ചങ്ങായിമാരും ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുന്നത്. ചെയ്തോണ്ടിടാ ചങ്ങായിമാർ, നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പരീക്ഷയിൽ മാർക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പാർട്സിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഇല്ലേ? നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? കുറേ ആൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. കുറേ ആൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഒരു പറഞ്ഞു. നമ്മൾ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പാർട്സ് അറബി മാത്രമൊന്നല്ല, എല്ലാ വിഷയവും ഉണ്ട് നമ്മളിൽ. മലയാളം ഉണ്ട്, EVS ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, വേറെ എന്താണ്, അറബിയ, 5 വിഷയം, എല്ലാ വിഷയവും നമ്മളിലുണ്ട്. എല്ലാം ഉണ്ട്. അതിൻ്റെ ഒക്കെ ചോദ്യം പേപ്പറോടും ഇമ്പോർട്ടൻറ്റ് പാർട്സ് കൂടും. എല്ലാം ഉണ്ട്. അപ്പം തന്നെ ചെയ്തോളൂ സബ്സ്ക്രൈബ്. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഉണ്ട്. നമ്മളെ ഫോട്ടോ ഒക്കെ കാണാം, റീലൊക്കെ കാണാം. അതിൽ കയറി വെക്കാണ്ട്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ്, അതിൽ കയറാത്തവരൊക്കെ കയറിക്കോളൂ. അതിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഇടുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നേരമല്ല, സമയമല്ല. വേഗം നമ്മൾ ചോദ്യങ്ങൾ നോക്കാൻ പോവാണ്. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? ഞാനിവിടെ കാണിച്ചു തരും. റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? അല്ലെങ്കിലും ഒക്കെ വേഗം കാണിച്ചത് നോക്കൂ. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മറുപടി വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. ഇല്ലേ? അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം. കൈഫൽ ഹാൽ? സൈൻ അൽഹംദുലില്ലാ. സബാഹുൽ ഖൈർ സബാഹുൻ നൂർ. മസാഉൽ ഖൈർ മസാഉൻ നൂർ. അല്ലേ? ശുക്രൻ അഫ്വൻ. ഇതൊക്കെ നമുക്ക് ഹിവാറിൽ ഉപകരിക്കും. എന്താ ഹിവാർ? കോൺവെർസേഷൻ. നേരെ നോക്കാം. ഇവിടെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ഒന്നാമതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് പൊതുനിർദ്ദേശങ്ങൾ. ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. 15 മിനിറ്റ് നല്ലോണം ആശ്വാസം അല്ലേ? ആശ്വസിച്ച് പേപ്പർ വായിച്ചു നോക്കുക. ചോദ്യങ്ങൾ വായിച്ചു മനസ്സിലാക്കുന്നതിന് ഈ സമയം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. നിങ്ങൾ ഉപയോഗപ്പെടുത്തലുണ്ടോ? ഓക്കെ, റെഡി. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം. അപ്പൊ ഇസ്മു എന്നുള്ളടത്ത് പേര് എഴുതുക, സൊഫു എന്നുള്ളടത്ത് ക്ലാസ് എഴുതുക, ഫസൽ എന്നുള്ളത് നമ്മുടെ ഡിവിഷന്റെ പേര് എഴുതുക, അതേപോലെ തന്നെ റഖം എന്നുള്ളടത്ത് എന്ത് ചെയ്യുക? നമ്മുടെ നമ്പർ എഴുതി കൊടുക്കുക. അത്രയേ ഉള്ളൂ. ബാക്കി എന്താ, പരീക്ഷ കഴിഞ്ഞതാണോ? അല്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് എന്തായാലും ഉത്തരം എഴുതണം. ഉത്തരം എഴുതണം 2 മുതൽ 6 വരെയുള്ളതിൽ ഏതെങ്കിലും എത്ര എണ്ണത്തിന് എഴുതിയാൽ മതി? 1, 2, 3, 4, 5 എണ്ണം. ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ ഈ 4 എണ്ണം എഴുതണം എന്നല്ല. നിങ്ങൾക്ക് അറിയുന്ന 4 എണ്ണത്തിന് നിങ്ങൾക്ക് അറിയുന്നതാണ്. പറയുന്നില്ല, പോട്ടെ. പിന്നെ ഇങ്ങോട്ട് മാറിക്ക്, നിങ്ങൾ വായിക്കട്ടെ. ഇങ്ങോട്ട് മാറി. അപ്പോൾ നമ്മൾ പറഞ്ഞ നഖറഉൽ ഫിഖറ വനുജീബുൽ അസ്ഇല. ഇവിടെ ഒരു ഫിഖറ കൊടുത്തിട്ടുണ്ട്. വായിച്ചിട്ട് താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഫിഖറ കുറച്ച് ക്ലിയർ ഇല്ല, എന്നാലും ഒന്ന് സൂം ചെയ്ത് വായിച്ചു നോക്കാം. കാന ഫീ ഖറിയത്തി ബലദുൻ സഗീർ. ഓക്കെ, ഇസ്മു അവൻ്റെ പേരാണെന്ത്? അവൻ്റെ പേരെന്താണ്? ജമീൽ എന്നാണ്. യസ്കുനു ജമീലും ഫിൽ ബൈത്തി സഗീർ. അവൻ ചെറിയ വീട്ടിലാണ് എന്ത് ചെയ്യുന്നത്? താമസിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല അല്ലേ? നമ്മളൊക്കെ ചെറിയ വീടല്ലേ? മഅൽ അബി ഉമ്മി, ഉമ്മൻ്റെയും വാപ്പൻ്റെയും കൂടെയൊക്കെ അവൻ എന്ത് ചെയ്യാണ്? ചെറിയ വീട്ടിൽ താമസിക്കുകയാണ്. അങ്ങനല്ലേ പറയുന്നത്? അമാമൽ ബൈത്തി മസ്റഅത്തുൻ ജമീല. അവൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ മസ്റഅത്തുൻ ജമീല, ഒരു ഭംഗിയുള്ള മസ്റഅ ഉണ്ട്. മാമൈന മസ്റഅ എന്താ? മസ്റഅ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? മസ്റഅ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പഠിച്ചല്ലേടോ ചങ്ങായിമാരെ? എന്താണ് മസ്റഅ? കൃഷിയിലെ കൃഷിസ്ഥലം. ഓക്കെ. ഫിഹാ ഖളറവാത്തും ഫവാക്കിഹത്തുൻ കസീറ. അവിടെ ആ തോട്ടത്തിൽ, ആ ഒരു മസ്റഅയിൽ, ആ ഒരു തോട്ടത്തിൽ എന്തൊക്കെയുണ്ട്? ഖളറവാത്തുണ്ട്, ഫവാക്കിഹുണ്ട്. എന്താ ഖളറവാത്ത്? പച്ചക്കറി. ഫവാക്കിഹ എന്ന് പറഞ്ഞാൽ പഴങ്ങൾ അല്ലേ? പഴങ്ങളും പച്ചക്കറികളൊക്കെ ഒരുപാടുണ്ട് എന്നാണ് പറഞ്ഞത്. കുറച്ച് പേര് നമുക്ക് പഠിക്കാനുണ്ടടാ. ഇതേപോലെ അബൂ ഇലൽ മസ്റഅത്തി സബാഹൻ. അവൻ്റെ ഉപ്പ രാവിലെ തന്നെ എന്ത് ചെയ്യും? മസ്റഅയിലേക്ക് രാവിലെ തന്നെ പോകും. ദാത്ത യൗമിൻ, ഒരു ദിവസം ദഹബ ജമീലുൻ മഅൽ അബി ഇലൽ മസ്റഅ. അപ്പോൾ ഒരു ദിവസം ഉപ്പൻ്റെ കൂടെ അവൻ എന്ത് ചെയ്യാണ്? മസ്റഅയിലേക്ക് പോയതാണ്. അപ്പോൾ അവൻ കണ്ടു ഫിഹാ സിഞ്ചാബൻ യബ്കീ മിൻ ജൂഅൻ.
ഒരു സിഞ്ചാബ് എന്ന് പറയുന്ന ഒരു അണ്ണാന് വിശന്ന് വലഞ്ഞ് ഇങ്ങനെ കരിയ അവിടുന്ന് ഇങ്ങനെ കരിയ. അപ്പൊ അവൻ എന്ത് ചെയ്തു, അഴ്ത്താ സമീലു ലഹു മൗസൻ. അപ്പൊ അവൻ എന്ത് ചെയ്തു, അവിടെ ഉള്ള ഒരു പഴം എടുത്തിട്ട് അതിന് കൊടുത്തു. അപ്പൊ അക്കല സിഞ്ചാബ്, അപ്പൊ സിഞ്ചാബ് അത് തിന്നു, മൗസ് തിന്നു, ഫക്കാല ശുക്ര. അങ്ങനെ സിഞ്ചാബ് എന്ത് ചെയ്തു, ശുക്രനും പറഞ്ഞു, ഒരു നന്ദിയും പറഞ്ഞു. അപ്പൊ അതാണ് കഥ, വേറെ ഒന്നുമില്ല. ജമീൽ എന്നാണ് ചങ്ങായിന്റെ പേര്. ജമീൽ എന്ന് പറഞ്ഞ ചങ്ങായി ചെറിയ ചങ്ങായിയാണ്. ഈ ജമീലിന്റെ വീടിന്റെ മുമ്പിൽ എന്തുണ്ട്, ഒരു മസ്റ ഉണ്ട്, അവിടെ ഹദറവാത്ത് ഉണ്ട്, ഫവാക്കിഹ ഉണ്ട്, ഒരുപാടുണ്ട്. വാപ്പ ഡെയിലി രാവിലെ, മോന്റെ വാപ്പേ ജമീലിന്റെ വാപ്പ ഡെയിലി രാവിലെ അങ്ങോട്ട് പോകും, തോട്ടത്തിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു ദിവസം ജമീൽ തോട്ടത്തിൽ പോകുമ്പോൾ വഴിയിൽ ഒരു സിഞ്ചാബിനെ കണ്ട്, സിഞ്ചാബ് ഇങ്ങനെ കരയാണ്. എന്തിനാ കരയുന്നത്? വിശന്നിട്ട് കരയുന്ന സിഞ്ചാബിന് ഇവനൊരു പഴം കൊടുത്ത് സിഞ്ചാബ് സന്തോഷത്തോടെ കഴിച്ച് സിഞ്ചാബ് ശുക്രൻ എന്ന് പറഞ്ഞു. അതാണ് കഥ. ഓക്കെ, ചോദ്യം നോക്കാം. ഇനിയാണ് മോനെ കഥ, നോക്കിയോ. ചോദ്യം ഇതുവരെ കഥ എന്ത് രസമുണ്ട് കേൾക്കാനല്ലേ. ചോദ്യം നോക്കി, ഇനി ഉത്തരം പറഞ്ഞിട്ട് കുത്തും ഞാൻ നോക്കോ. റെഡി. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, മതാ യദ്ഹബുൽ അബു ഇലൽ മസ്റഅ. എപ്പോഴാണ് നമ്മുടെ ഈ ഒരു അബ് മസ്റഅയിലേക്ക് പോകുന്നത്? മസാഹനാണോ, സ്വബാഹനാണോ, ളുഹറാണോ? എപ്പോഴാ നമുക്ക് എഴുതി കൊടുക്കാം. എപ്പോഴാണ്? സ്വബാഹൻ അല്ലെ, സ്വബാഹനാണെന്ന് നമുക്കറിയാം, എഴുതി കൊടുക്കാം സ്വബാഹൻ. അത് കഴിഞ്ഞ് ഐന യസ്കുനു ജമീൽ എവിടെയാണ് താമസിക്കുന്നത്? എവിടെയാ? ഫിൽ ബൈത്ത്, ഫിൽ മസ്റഅ, ഫിൽ ഖഫസ്. എവിടെയാണ്? ഫിൽ ബൈത്ത്. അതൊന്നും വേറൊന്നും സംശയമൊന്നുമില്ല, നമ്മൾ പറഞ്ഞതാ. ഫിൽ ബൈത്ത് അല്ലേ, ഫിൽ ബൈത്ത്. എയ്ത്ത് അത്രയും വൃത്തി ഉണ്ടാവും കേട്ടോ ഇതിനകത്ത് എഴുതുമ്പോൾ. ഓക്കെ, ഫിൽ ബൈത്ത്. ഇനി അടുത്തത്, സാറേ എയ്ത്ത് എന്താ അങ്ങനെ കാക്ക അത് കണ്ടല്ലേ. ഓക്കെ, എന്നാ പോട്ടെ. സിഞ്ചാബിന് എന്താണ് നമ്മളെ ചങ്ങായി കൊടുത്തത്, ജമീൽ കൊടുത്തത്? തുഫാഹാണോ, മൗസാണോ, ജുവാഫയാണോ? എന്താ കൊടുത്തത്? മൗസാ കൊടുത്തത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മൗസ് എന്ന് എഴുതി കൊടുക്കാം. മൗസ് എന്ന് എഴുതി കൊടുക്കാം അല്ലെ. ഇനി അടുത്ത, മൻ ഹുവ ജമീൽ. ആരാണ് ജമീൽ? ജമീൽ അബ്, ഉപ്പാണോ ജമീൽ? സിഞ്ചാബ്, ജമീൽ എന്ന് പറഞ്ഞ അണ്ണാനാണോ? ജമീൽ എന്ന് പറഞ്ഞാൽ വലതുൻ സൊഹീറുൻ, ചെറിയ കുട്ടിയാണോ ജമീൽ? ആരാണ് ജമീൽ? വലതുൻ സൊഹീറുൻ, ചെറിയ കുട്ടിയാണ്. വലതുൻ സൊഹീറുൻ അല്ലെ, ചെറിയ കുട്ടിയാണ്. ആര്? നമ്മുടെ ജമീൽ ചേട്ടൻ ചെറിയ കുട്ടിയാണ്. ചേട്ടൻ എന്നൊന്നും പറയണ്ട അല്ലേ, നിങ്ങളെ പോലെ തന്നെയുള്ള ചെറിയ കുട്ടിയാണ്. നിങ്ങൾ ചെറുതല്ലേ. ആണോ? ലിമ യബ്കി സിഞ്ചാബൻ. സിഞ്ചാബ് എന്തിനാ കരഞ്ഞത്? മിനൽ ഖൗഫ്, മിനൽ ഫറഹ്, മിനൽ ജൂഅ്. ഏതിനാ കരഞ്ഞത്? വിശന്നിട്ടല്ലേ. അപ്പൊ വിശന്ന മിനൽ ജൂഅ് അല്ലേ, മിനൽ ജൂഅ് അല്ലേ, മിനൽ ജൂഅ്. അപ്പോ ഒന്നാമത്തെ ഉത്തരം സ്വബാഹി ശരിയാണ്. രണ്ടാമത്തെ ഫിൽ ബൈത്ത് ശരിയാണ്. മാതാ ജമീൽ സിഞ്ചാബൻ അത് ശരിയാണ്. അടുത്തതോ വലതുൻ സഹീറൻ അത് ശരിയാണ്. മിനൽ ജൂഅ് അതും ശരിയാണ്. കിട്ടി 5 മാർക്ക്. മോനെ 25 മാർക്കിൽ 5 മാർക്ക് കിട്ടി. ഇനി എത്ര മാർക്ക് വേണം? 20 മാർക്ക്. അത് നമുക്ക് ഈസി പുല്ലായിട്ട് പെടുവാങ്ങും. നോക്കോ, 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, ഞങ്ങൾക്ക് അറിയാം. ഇങ്ങോട്ട് മറിക്ക്. റജഅ ബാസിം മിനൽ മദ്രസത്തി മസാഅൻ ഫറഅ റജുലൻ അഅമ. അപ്പോൾ നമ്മളെ ഈ റജഅ എന്താ? റജഅ വരികയല്ലേ. മടങ്ങി വരുമ്പോൾ ബാസിം മിനൽ മദ്രസത്തി മസാഅൻ, വൈകുന്നേരമല്ല സ്കൂളിൽ നമ്മൾ മടങ്ങി വരുന്ന സമയത്ത് ഫറഅ റജുലൻ അഅമ, ഒരു അന്ധനായിട്ടുള്ള, അന്ധൻ എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്ത ആളല്ലേ? ആണോ? അല്ല, കണ്ണ് കാണാത്ത ആളാണ് അല്ലേ. അപ്പൊ ഒരു അന്ധനായിട്ടുള്ള ഒരാൾ എന്താണ് വഴിയരികിൽ വെച്ച് കാണാൻ. ഒരു അന്ധനായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യാണ്? വഴിയിൽ വെച്ചിട്ട് കാണുമ്പോ അപ്പൊ എന്ത് ചെയ്യാണ്? അയാൾ ഇങ്ങനെ ഒരു റോഡ് മുറിച്ചു കടക്കാൻ നോക്കുകയാണ്. റോഡുമേൽ നിറച്ചും വണ്ടിയാണ്. അപ്പൊ ഈ ചങ്ങായി പോയിട്ട് അവനെ സഹായിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ ഒന്നാമത്തെ നമ്മൾ നോക്കുന്നു. ഒന്നാമത്തെ ഒന്നുമില്ല, ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തത്? റജഅ ബാസിമു മിനൽ മദ്രസത്തി മസാഅൻ. ബാസിം എന്ത് ചെയ്യാണ്? രാവിലെ സ്കൂളിൽ നിന്ന് വിട്ടു വരികയാണ് അല്ലെ. വൈകുന്നേരം സ്കൂളിൽ നിന്ന് മടങ്ങി വരികയാണ്. അത് കഴിഞ്ഞിട്ട് അല്ലേ, റോഡ് സൈഡിൽ ഒരു അന്ധനായിട്ടുള്ള ഒരാളെ കാണുന്നുണ്ട് അല്ലെ. അങ്ങനെ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് റോഡ് മുറിച്ച് കടക്കാൻ എന്ത് ചെയ്യാണ്? സഹായിച്ചു കൊടുക്കാൻ. അങ്ങനെ
ബാസിമിന് എന്ത് ചെയ്യാണ്? ശുക്രൻ പറയാണ് അല്ലേ, താങ്ക് യു പറയാണ്. അതാണ് കാണുന്നില്ല നിങ്ങൾ. ഒന്നാമത്തെ ചെങ്ങായി സ്കൂളിൽ നിന്ന് മടങ്ങി വരികയാണ്. അപ്പോഴാണ് ഒരു അന്ധനായിട്ടുള്ള ഒരാൾ റോഡ് കടക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായി നിൽക്കുന്നത്. ചെങ്ങായി പുറത്ത് നിൽക്കുന്നുണ്ട്. നേരെ പോയി ഇയാളെ കൈ ഇങ്ങോട്ട് പിടിച്ച് വണ്ടിനോടൊക്കെ പറഞ്ഞു സ്റ്റോപ്പ്, ഇവിടെ നിൽക്കുന്നതാണ്, വണ്ടിനോടൊക്കെ സ്റ്റോപ്പ് പറഞ്ഞ് അങ്ങനെ റോഡ് കടത്തി കൊടുത്ത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ്? ഇയാൾ താങ്ക്സ് പറയാണ്, ശുക്രൻ പറയാണ്. അപ്പോൾ ഇത് അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ എഴുതി ഫുള്ള് മാർക്ക് നമുക്ക് കിട്ടി. അടുത്തതിൽ നോക്ക്, അതിനും കിട്ടി 5 മാർക്ക്. കിട്ടി 10 മാർക്ക്. മോനെ 10 മാർക്ക് കിട്ടി. ഇനി അടുത്ത നോക്കടാ. അടുത്തത് ഖറജ അജ്മൽ ഇലൽ മൈദാനിൽ ലഅബ്. ഈ ചങ്ങായി ഉണ്ടല്ലോ അജ്മൽ മൈതാനത്തൊക്കെ പോവുക. എന്തിനാ പോകുന്നത്? കളിക്കാൻ വേണ്ടിയിട്ട്. പരീക്ഷയുടെ സമയത്തൊക്കെ നല്ലോണം കളിക്കണം കേട്ടോ. നിങ്ങൾ നല്ലോണം കളിക്കണം, പഠിക്കേ ചെയ്യരുത്. എങ്ങനെയാ? പഠിച്ചോടോ ചങ്ങായിമാരെ, ജയിക്കണ്ടേ? പഠിച്ചോ വേണ്ടേ? ഓക്കെ റെഡി. സിനാൻ. അപ്പൊ വഴിയിൽ റോഡുമ്മൽ വെച്ചിട്ട് ഓന്റെ ചെങ്ങായി ആയിട്ടുള്ള സിനാനെ കണ്ടു. അപ്പൊ അച്ചങ്ങായി എവിടെ പോവാണ്? സിനാന് ഓന്റെ വല്യാപ്പന്റെ വീട്ടിൽ പോവാ, ബൈത്തി ജദ്ദി. ഇച്ചങ്ങായി എടാ പോകുന്നത്? ചെങ്ങായി കളിക്കാനാ പോകുന്നത്. എങ്ങോട്ടാ പോകുന്നത്? മൈതാനത്തേക്ക്. അപ്പോ അജ്മൽ എന്ന് പറയുന്ന ചെങ്ങായി, സിനാൻ എന്ന് പറയുന്ന ചെങ്ങായി, അജ്മലും സിനാനും കണ്ടുമുട്ടുക. അജ്മൽ എങ്ങോട്ടാ പോകുന്നത്? അജ്മൽ മൈതാനത്തൊക്കെ പോവാണ്. എന്തിനു പോവാ? കളിക്കാൻ പോവാണ്. സിനാൻ എങ്ങോട്ടാ പോകുന്നത്? സിനാൻ വല്യാപ്പൻ്റെ അടുക്ക് പോവാ. എന്താ പോയിക്കൂടെ? നിങ്ങൾ പോയല്ലേ? നിങ്ങൾ കളിക്കാനും പോലുണ്ട്, വല്യാപ്പൻ്റെ അടുക്കും പോലുണ്ട്. നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പൂരിപ്പിക്കാൻ വേണ്ടി പറയാണ്. സിനാൻ പറയാണ് അസ്സലാമു അലൈക്കും. അപ്പൊ എന്താ മറുപടി പറയാ? വഅലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാല് വഅലൈക്കും അല്ലേ, വഅലൈക്കും അസ്സലാം എന്ത് ചെയ്യും? നമ്മള് മറുപടി പറയും. അത് കഴിഞ്ഞ് കൈഫൽ ഹാൽ സൈൻ അല്ലേ, കൈഫൽ ഹാൽ സൈൻ അൽഹംദുലില്ലാ അല്ലേ, സൈൻ അൽഹംദുലില്ലാ എന്ന് എന്ത് ചെയ്യും? നമ്മൾ മറുപടി പറയും. ഇലാ ഐന തറുഹു. സിനാൻ ചോദിക്കാണ്, അജ്മലിനോടാ ചോദിക്കുന്നത്. സിനാനാ ചോദിക്കുക ഇലാ ഐന തറുഹു, ഇനി എങ്ങോട്ടാ പോകുന്നത്? അപ്പോ ഇലൽ മൈദാൻ അല്ലേ, ഇലൽ മൈദാൻ, ഞാൻ മൈതാനത്തൊക്കെ പോവാന്ന് പറയാ. ആര് പറയാ? അജ്മൽ പറയാ. അജ്മലല്ലേ മൈതാനത്തൊക്കെ പോകുന്നത്? നോക്കിങ്ങള്, അജ്മലാണ് എന്ത് ചെയ്യുന്നത്? മൈതാനത്തൊക്കെ പോകുന്നത്. കാണുന്നില്ലേ? അടുത്ത ചോദ്യം, ഇനി എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പോകുന്നതാ. ചങ്ങായിനോട് ചോദിക്കാ. ചങ്ങായി എങ്ങോട്ടാ പോകുന്നത്? സിനാന് ബൈത്തി ജദ്ദിഹി. ഇലാ ബൈത്തി ജദ്ദി അല്ലേ, ഞാൻ ആരുടെ വീട്ടിലേക്ക് പോവാണ്? വല്യുപ്പന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അജ്മൽ എന്ത് പറയും? അഫ്വാൻ പറയുകയാണെങ്കിൽ ശുക്രൻ. ഇതൊന്നും അയറ്റാ വലിയ സംഭവം ഒന്നല്ല. അതാ ശുക്രൻ വരമുള്ളായി പോയതാ, നോക്കണ്ട. ശുക്രൻ അഫ്വാൻ, ഇത്രയേ ഉള്ളൂ. ഇതിനും കിട്ടി 5 മാർക്ക്. 15 മാർക്ക് സിമ്പിളായിട്ട് ഇതാ വന്നിക്ക. ഒരു പിടുത്തല്ലാണ്ട് 15 മാർക്ക്. നോക്കാം അടുത്ത്. ഇത് സിമ്പിൾ ചോദ്യം. ഹാഷിം, പേരിങ്ങനെ മാറ്റി തന്നെ വരും അല്ലേ. ഹാഷിം ദാരിസ് ഓഫീസ് ആലിസ്. 3ാം ക്ലാസ്സിലാണ് ആര്? ഹാഷിം 3ാം ക്ലാസ്സിലെ കുട്ടിയാ. ദാത്ത യൗമിൻ ആളിൽ മുദരിസ്, ഒരു ദിവസം അവന്റെ മുദരിസ് പറഞ്ഞു, ഒരു ദിവസം കേട്ടോ, അയ്യുഹ ദാരിസൂൻ നഹ്നു നദ്ഹബു യൗമു ഇലൽ മസ്റ. അവരെന്ത് ചെയ്യാണ്? ഒരു ദിവസം മസ്റയിലേക്ക് പോവാണോ അല്ലെ. അസ്ബഹ ഹാഷിമുൻ മസ്റൂറൻ വസാറൂ മസ്റഅത്തൻ വശാഹദു ഖദറവാത ഫവാക്കിയ. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ രാവിലെ തന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങോട്ട് പോയി കൃഷിസ്ഥലത്ത്. അങ്ങനല്ലേ, ഞാൻ ഇന്നലെ ഉറക്കം തന്നെ ഉണ്ടോ, നല്ല കൃഷിസ്ഥലം, നല്ല ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ചമ്പക്കയുണ്ട്, ചമ്പക്കയല്ലല്ലോ ചാമ്പക്കയുണ്ട്, വെണ്ടക്കയുണ്ട്, തക്കാളി ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കൃഷിസ്ഥലം. അങ്ങനെയൊക്കെ നല്ല കാണാൻ നമുക്ക് നല്ല രസമായിക്കൂലേ. രസമില്ല പോട്ടെ. അപ്പൊ നെക്തുബുൽ ജുമൽ. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഹാദ. ഈ ചങ്ങായിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു. ഈ ചങ്ങായിന്റെ പേര് നമുക്കറിയാം. ചങ്ങായിന്റെ പേരെന്താ? ബാദിൻജാൻ. എഴുതാന അല്ലെ, നമുക്ക് എഴുതി കൊടുക്കാം. ബാദിൻജാൻ ആണ് എന്ത് ചെയ്യുക? നമുക്ക് ഇത് എഴുതി കൊടുക്കാം. അടുത്തത് എന്താ? ഈ സാധനം എന്താ? ഈ സാധനം ടൊമാറ്റിമാണ്, തക്കാളിയാണെന്ന് എന്ത് ചെയ്യാം? നമുക്ക് എഴുതി കൊടുക്കാം. അടുത്ത നോക്ക്, ഈസി ആണോ ഇതൊക്കെ? ഇതെന്താ? ഹാദയാണോ ഹാദിഹിയാണോ? ഹാദിഹി ജുവാഫ. ഇതെന്താ? ജുവാഫയാണ്. ജുവാഫ എന്ന് പറഞ്ഞാൽ എന്താ? ജുവാഫ എന്ന് പറഞ്ഞാൽ പേരക്ക അല്ലേ. ഇത് പേരക്കല്ലേ? ഒന്നുമില്ല, പേരക്കല്ലേ? പേരക്ക തന്നെയാ. അടുത്തത് ഇതെന്താ? മൗസുൻ അസ്ഫർ. മൗസ് എന്താ കളറാ? അല്ല, മൗസിന്റെ കളർ എന്താ? അസ്ഫർ, മഞ്ഞ. ഇവിടെ ടൊമാറ്റി മഹ്മറാന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇവിടെ മൗസുൻ അസ്ഫർ നമുക്ക് എഴുതി കൊടുത്തൂടെ? അങ്ങനെ എഴുതുക. ഇവിടെ ഹാദാ ബാദിൻജാൻ എന്നാ പറഞ്ഞത്. ഇവിടെയോ ഹാദിഹി ജുവാഫ അല്ലേ, ഹാദിഹിയാണിത് അല്ലേ, പെണ്ണായോണ്ട് ഹാദിഹിയാണ്. അപ്പൊ ഇവിടെയോ ഈ ചങ്ങായിന്റെ പേരെന്താ? ചങ്ങായിന്റെ പേരാണ് ബാമിയ. ബാമിയ എന്ന് പറഞ്ഞാൽ ആരാ? ബാമിയ. എഴുതി നോക്കാം.
ബാമിയ എന്ന് പറഞ്ഞാൽ വെണ്ടയാണ്, നമുക്കറിയാം അല്ലേ. അപ്പൊ ഇത് ഹാദിയാണോ ഹാദയാണോ വരിക? ഹാദിഹിയാണ് വരിക. കാരണം എന്താ ഹാദിഹി വരുന്നത്? ഇവിടെ ഹാത്താവ് വന്നിക്കുക. ഹാത്താവ് വന്നാൽ നമുക്കറിയാം ഹാദിഹി ആയത് നമുക്കറിയാം പെണ്ണായിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്തൊരു ഈസി. ഈ ചങ്ങായിന്റെ പേര് എന്താണോ? അമ്പജ് നെയ്ത, വേണമെങ്കിൽ മാഞ്ചോ നെയ്ത, മാഞ്ചാ നെയ്ത, അതൊക്കെ അവ അമ്പജ് നെയ്ത. അമ്പജിന്റെ കളർ എന്താ? അമ്പജിന്റെ കളർ അസ്ഫർ അല്ലേ? അസ്ഫർ. എന്തൊരു ഈസി. ഇങ്ങനത്തെ ചോദ്യ പേപ്പർ വന്നിട്ടുണ്ട്, ഫുള്ള് മാർക്ക് നമ്മൾ വാങ്ങുന്നുള്ള കാര്യം ഉറപ്പല്ലടോ ഇല്ലേ? എന്തോ ഈസി. ഇനിയും കിട്ടി 5 മാർക്ക്. ഇപ്പൊ എന്തുമാതിരി മാർക്കായി? 20 മാർക്കായി. മാർക്കൊക്കെ ഏടിയാ കൊണ്ടൊക്കെ കൊണ്ടാവൂല. ഈസി അല്ലടാ. ഇനി സംശയം ഉണ്ടോ? ഈ ചങ്ങായിന്റെ പേര് വാദിഞ്ചാൻ, നമ്മളിവിടെ എഴുതി ആദാ വാദിഞ്ചാൻ. ചങ്ങായിന്റെ പേരെന്താ? തക്കാളി, തമാത്തിമാണ്. തക്കാളി നമ്മൾ എഴുതി. തമാത്തിൻ അഹ്മറാണ്, ചോപ്പാണ്. ഈ ചങ്ങായി പേരയ്ക്കാണ്, പേരക്കൊക്കെ ജുവാഫ എന്നാ പറയാ. ആദിഹി ജുവാഫ. ഈ ചങ്ങായി മൗസ്, പഴാണ്, അതിന് മൗസുൻ അസ്ഫർ അല്ലേ, നമ്മൾ എഴുതി. ഇനി അടുത്ത ഈ ചങ്ങായി വെണ്ടയാണ്, വെണ്ടക്ക് നമ്മൾ ബാമിയ എന്ന് പറയും അല്ലേ, ആദിഹി ബാമിയ. ഇനി അടുത്ത അമ്പജുൻ അസ്ഫർ. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത നോക്ക്, ഇത് അതിലും വലിയ ഈസിയാ. അതൊന്നുമില്ല, ചോദ്യം ഒന്നും വായിക്കേണ്ട ആവശ്യം തന്നെ. നോക്ക്, യസ്കുനുൽ ഉറാബു ഫി. ഉറാബ് എവിടെയാ താമസിക്കുക? അടിയിലാണ് ഉത്തരം കൊടുത്തിട്ടുണ്ട്. നോക്ക്, യസ്കുൻ ഉറാബ്. ഉറാബ് ബൈത്തിലാണോ താമസിക്കുക? ഉഷിലാണോ? അസദ്, സോബാന്, ബബുആ, വലത്. എവിടെയാ ഉറാബ് താമസിക്കുക? ഉറാബ് താമസിക്കുക എവിടാ? ഉഷിലാണ് അല്ലേ. ഈ ഒരു സാധനം, ഈ ഒരു ഉഷ് എന്ത് ചെയ്യുക? ഇങ്ങനെ നേരെ അങ്ങോട്ട് എടുക്കുക, അവിടെ പോയി ഇങ്ങോട്ട് എടുക്കുക, ഇവിടെ ആട്ട് എഴുതി കൊടുക്കുക. ഉഷ് ആയോ? ഇനി അടുത്ത് ആയി, മാർക്കായി, 1 മാർക്കായി. ഇനി അടുത്ത് നോക്ക്, യസ്കുനു ഡാഷ് ഫിൽ ഹുജർ. ഈ ചങ്ങായിന്റെ പേരെന്താ? ചങ്ങായിന്റെ പേര് ഇവിടെ നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ താഴോട്ട് വരിക. ഇവിടെ നോക്കുക, ഇവിടെ കൊടുത്തിട്ടുണ്ട് സുഅബാൻ. ചങ്ങായിന്റെ പേരെന്താ? സുഅബാൻ ആണ് ഇയാള്. സുഅബാൻ അല്ലേ, സുഅബാൻ എഴുതി കൊടുത്തു. ഇനി അടുത്ത് നോക്ക്, യസ്കുനു ഡാഷ്. യസ്കുനു ചങ്ങായിന്റെ പേരെന്താ? ബബുആ. ഇല്ലടാ മക്കളെ, എന്താ ഇതിന്റെ പേര്? ബബുആ. ഇയാളാരാ? ബബുആ ആണ്. തത്തമ്മക്ക് പറയുന്നത് എന്താ? ബബുആ. പാമ്പിന് പറയുന്നത് എന്താ? സുഅബാൻ അല്ലേ. ഇനി അടുത്തത്, യസ്കുനുൽ വലതു ഫി. ഈ സാധനത്തിന്റെ പേരറിയാത്ത ആരോ ഉണ്ടോ? നമ്മളൊക്കെ ഈ സാധനത്തിലല്ലേ താമസിക്കുന്നത്. എന്താണ് ആ സാധനത്തിന്റെ പേര്? ബൈത്ത്. യസ്കുനുൽ വലതു ഫിൽ ബൈത്ത്. ഇനി അടുത്ത നോക്ക് ചങ്ങായിമാരെ, ഈ ചങ്ങായിന്റെ പേര്, താടിയും മീശയൊക്കെയുള്ള ചങ്ങായി ഏതാ കാട്ടിലുണ്ടാകുന്ന? അയാളെ പേര് യസ്കുനുൽ അസദു അല്ലേ. യസ്കുനുൽ അസദു അല്ലേ. യസ്കുനുൽ അസദു ഫിൽ അരീൻ അല്ലേ. ഈ ഒരു സാധനമൊക്കെ പഠിച്ചോളിട്ടോ മക്കൾ. എന്തായാലും പരീക്ഷയ്ക്ക് ഒരു പച്ചക്കറികളുടെ പേര്, പഴങ്ങളുടെ പേര്, ഈ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ വാസസ്ഥലങ്ങൾ നമ്മൾ അതിൽ പഠിച്ചിട്ടില്ലേ? എന്തായാലും വരും. പരീക്ഷയ്ക്ക് അധികവും ചോദിക്കുന്നതാ. ഈസി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ കൊടുക്കാണ്ടും വരാം. അങ്ങനെയൊക്കെ വരാം കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ട ഇതിൽ കൊടുത്തത് നോക്കി എഴുതിയാൽ മതിയല്ലോ എന്നൊക്കെ. നമ്മളെ എളുപ്പപ്പണി ഉണ്ടല്ലോ. ബൈത്ത് അല്ലേ. ബൈത്ത് നമ്മൾ എഴുതി, അസദ് എഴുതി, സോബാൻ എഴുതി, ഉഷ എഴുതി, ബബുആ എഴുതിയോ? ബബുആവ് എഴുതി. വലത് എഴുതിയോ? വലത് എഴുതേണ്ട ആവശ്യം വന്നില്ല. നമുക്ക് ഇല്ല, വലത് എഴുതേണ്ട ആവശ്യം വന്നില്ല. ഓക്കെ, അപ്പോൾ വലത് എഴുതണ്ടില്ല, വലത് എഴുതേണ്ട ആവശ്യം വന്നില്ല. ഓക്കെ, റെഡി. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈനും കിട്ടിയിട്ടുണ്ട് 5 മാർക്ക്. ഇപ്പൊ തന്നെ 25 മാർക്കായി അല്ലേ. ഇനി ലാസ്റ്റത്തെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു വിടാം. ഇനി വേണമെങ്കിൽ എഴുതുകയും ചെയ്യാം അല്ലേ. ഇത് വേണമെങ്കിൽ എഴുതുകയും ചെയ്യാം നിങ്ങൾക്ക്. ഇത് വളരെ ഈസിയാണ്. നോക്കൂ, നസലൽ മതുറു, നസലൽ മതുറു, നസലൽ മതുറു ഫി ജദ്വൽ. നസലൽ മതുറു, നസലൽ മതുറു, നസലൽ മതുറു. ഈ ചങ്ങായിന്റെ പേരെന്താണ്? കിണറിന് എന്താണ് അറബി പറയാ എന്നുള്ളതാണ്. കിണറിന് എന്താ അറബി പറയാം? നമുക്ക് എഴുതി കൊടുക്കാം. കിണറിന് അറബിയിൽ ബിർ എന്നാ പറയാ അല്ലേ. ഇനി അത് അടുത്തതോ, നസലൽ മതുറു, നസലൽ മതുറു, നസലൽ മതുറു. ഈ സംഭവത്തിന്റെ പേരെന്താ? ഈ സംഭവത്തിന്റെ പേരെന്താ? നമ്മൾ എന്താ പറയാ? പുഴക്ക് നമ്മൾ പറയും നെഹ്ർ. എഴുതി കൊടുക്കാം. അടുത്തതോ, നസലൽ മതുറു, നസലൽ മതുറു, നസലൽ മതുറു ഫിൽ ബിർക്ക അല്ലേ. ചെറിയൊരു തടാകാണ്. ഇനി അടുത്തതോ, നസലൽ മതുറു, നസലൽ മതുറു, നസലൽ മതുറു ഫി ബഹർ അല്ലേ. ഇതെന്താണ്? ബഹറാണ് അല്ലേ. ഇത് ബഹറാണ്, ഇത് ബിർക്കയാണ് അല്ലേ. ഇത് ബിർക്ക. ഇതോ, ഇത് നെഹ്ർ. ഇതോ, ഇത് ബിർ. എന്തോ ഈസിയാ. ബാക്കിയൊക്കെ ഇതാ ഇവിടെ ഉള്ള മുകളിലുള്ള സാധനം കൊണ്ട് താഴോട്ട് നോക്കി. ഇത് അത്രയേ ഉള്ളൂ. പരീക്ഷ കഴിഞ്ഞ് ഈനും കിട്ടി 5 മാർക്ക്. ഇപ്പൊ 25-ൽ എത്ര മാർക്കായി എന്നറിയോ? 25-ൽ 30 മാർക്കായി. ഒന്ന് നമ്മളോട് ഒഴിച്ചു വിടാവും, നമ്മൾ എഴുതിയിട്ടുണ്ട്. 30 മാർക്കായി. ഇത്ര ഈസികൾ ഇങ്ങനെയുള്ള ചോദ്യ പേപ്പർ അവർ. നിങ്ങൾ എന്തിനാ പേടിക്കേണ്ട ആവശ്യം? പേടിയുണ്ടോ നിങ്ങൾക്ക്? പേടിൻ്റെ ഒരു ആവശ്യമില്ല. അറബി എന്നല്ല, ഒരു വിഷയത്തിന്റെ കാര്യം പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ആരെയും ചോദ്യമായിട്ട് ആരെയും ബുദ്ധിമുട്ടാക്കിയൊന്നുമില്ല കേട്ടോ. നിങ്ങളാരും പേടിക്കേണ്ട. അടിച്ച് പൊളിച്ച് പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് പോവാ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കാര്യം പറയാനുള്ളത്. എൻ്റെ കാര്യം എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്.
നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ടടാ? ഉണ്ടാവൂലേ? ഉണ്ടാവും, ഉപകാരം ഉണ്ടാവും അല്ലേ? ഉപകാരം ഉണ്ടാവും. നിങ്ങളെ ചെങ്ങായിമാർക്കൊക്കെ എന്തുമാതിരി ഗ്രൂപ്പ് ഉണ്ടടാ, എത്രങ്ങാനും ഗ്രൂപ്പ് ഉണ്ട്. അതിലൊക്കെ ഒന്ന് വിട്ടുപിടിക്കി, ക്ലാസ് കാണി, നല്ല ക്ലാസ് ആണ് എന്നൊക്കെ നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളി. നല്ല ക്ലാസ് അല്ലെങ്കിൽ അഭിപ്രായം ഉണ്ടായിക്കോട്ടെ. നല്ല ക്ലാസ് ആണ്. ഷെമിൽ സാർ ടെക്നിയാവൽ ഡിജിറ്റൽ ഷെമിൽ സാർ ക്ലാസ് കണ്ടോളൂ, നിങ്ങൾ കണ്ടോളൂ, നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നുള്ള കാര്യം 100% ഷുവറാണ്. ഇമ്പോർട്ടൻറ്റ് വാർഡ്സ് നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നുള്ള കാര്യം 100% ഷുവറാണ്. നമ്മൾ പറയുന്ന കാര്യം വന്നിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി കാണടാ മക്കളെ, അടിച്ച് പൊളിച്ച് പോയിട്ട് പരീക്ഷ ചെയ്തിട്ട് ഒന്നിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കൂടെ നമ്മളുണ്ട്, പേടിക്കണ്ട കേട്ടോ. അടിച്ച് പൊളിച്ച് പോയിട്ട് പരീക്ഷ ചെയ്തിട്ട് ലൈക്കൊക്കെ ചെയ്യട്ടോ, സബ്സ്ക്രൈബ് ഒക്കെ, ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഫോണൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചക്കരമക്കൾക്കും ബൈ ബൈ, സീ യു.